ആദ്യം സത്യത്തിൽ ആലോചിച്ചിരുന്നത് ജയറാമിനെയായിരുന്നു. ജയറാം സംയുക്ത വർമ്മ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് അന്ന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആക്ടർ എന്ന് പറയുന്നത് ബിജു മേനോനാണ്. അങ്ങനെ ബിജു മേനോൻ, സംയുക്ത വർമ്മ. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സിനിമ എന്ന് പറയുന്നത് മധുരോമ്പരക്കാറ്റാണ്. കോഴിക്കോട് നിന്ന് ഒറ്റപ്പാലത്ത് നിന്ന് സുഗുനെ രാവണപ്രഭുവിനെ സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണേ, ഞാൻ സുഗുനെ വിട്ടുതരില്ല കേട്ടോ. ഈ മധുരോമ്പരക്കാറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇവരുടെ പ്രണയം ആരംഭിക്കുന്നത്. ഇവർ തമ്മിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ന് ലൊക്കേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ സ്മെല്ല് ചെയ്തെടുത്താണ്. അത് ബിജു മേനോനും സംയുക്തയും യാതൊരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യില്ല. എന്തായാലും ഇവരെ നമുക്ക് ഈ സിനിമയിലൂടെ ഒരു വഴിക്ക് ഒരു അരക്കാക്കി എടുക്കണം. ബിജു മേനോൻ ആകൂടിയൊന്നും വല്ലാണ്ടായി. സംയുക്തക്കും ആ ടെൻഷനുണ്ട്, സാറിനോട് അത് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. കണ്ണടച്ച് പാല് കുടിക്കുന്നത് ആരും കാണുന്നില്ല, മനസ്സിലാക്കണില്ല എന്നുള്ളത് കഥയോട്ടിരിക്കട്ടെ. ഇത്തരം പ്രണയത്തിൻ്റെ പരിശുദ്ധിയൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് തമാശയായിട്ട് തോന്നുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമസ്കാരം. എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓരോ സിനിമകളെക്കുറിച്ചും പറയുമ്പോഴും എനിക്ക് ചിലപ്പോഴെങ്കിലും സംശയം ഉണ്ടാവും, എല്ലാ സിനിമകളെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടതുണ്ടോ? ചില സിനിമകളെക്കുറിച്ച് പക്ഷെ പറയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ പ്രത്യേകത, ആ സിനിമ ഉണ്ടായ ഒരു സാഹചര്യം ഒക്കെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും കുറേ സിനിമകളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു സിനിമയാണ് മേഘമൽഹാർ. ഒരുപക്ഷെ അങ്ങനൊരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുക പോലും ചെയ്യാതെ വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു സിനിമയാണ് മേഘമൽഹാർ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഞാൻ മറ്റൊരു സിനിമയുടെ പ്രവർത്തനമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം യാദൃശ്യമായിട്ട് എൻ്റെ സുഹൃത്ത് മാതൃഭൂമിയുടെ മാനേജിങ് ഡയറക്ടർ ശ്രേയംസ് കുമാർ, അദ്ദേഹവും കെആർ പ്രമോദ്, രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരൊരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ കോഴിക്കോട് മീറ്റ് ചെയ്യുന്നു. നമുക്കൊരു ടെലി സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ടെലി സിനിമയെ അങ്ങനെ ഒരു സങ്കല്പമില്ല. ടെലിഫിലിം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ടെലിവിഷൻ സീരിയലുണ്ട്. അല്ല ടെലി സിനിമ അല്ല, ടെലിവിഷനിൽ നമുക്കൊരു സിനിമ ചെയ്യാൻ കമലിന് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സങ്കല്പം നമുക്ക് ശരിയാവുമോ? അല്ല, ഏഷ്യാനെറ്റ് താല്പര്യം എടുക്കുന്നുണ്ട്, മാതൃഭൂമി ഏഷ്യാനെറ്റും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്ത് വിഷയത്തെക്കുറിച്ചും കമലിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെക്കുറിച്ചൊരു സിനിമ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ശ്രേയംസ് കുമാർ പറഞ്ഞു, അതെ, ഏകദേശം നിങ്ങൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഉള്ളതാണല്ലോ സിനിമ. അതൊരു സിനിമ നമ്മൾ പ്രീമിയറായിട്ട് ടെലിവിഷനിൽ റിലീസ് ചെയ്യുന്നു, തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ OTT ഒക്കെ വരുന്ന പോലെ അന്ന് നമ്മൾ ആലോചിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 35 mm സിനിമാസ്കോപ്പിലൊന്നും ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, 16 mm ഷൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, എനിക്കൊരു സമയം തരണം, ഒന്നത് സബ്ജക്റ്റ് വേണം, പിന്നെ ഇങ്ങനൊരു സിനിമയുടെ സാധ്യതകളെക്കുറിച്ച് എനിക്കറിയില്ല. കമൽ സമയം എടുത്തോളം പറഞ്ഞു. ഞാൻ പോയി 1-2 ദിവസം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു നല്ല സംഭവമല്ലേ, നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു സംഭവം സിനിമയാക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുന്നതാണ്. ഞാൻ പ്രമോദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ചെയ്യാം, ഞാനൊന്ന് സബ്ജക്റ്റ് ആലോചിക്കട്ടെ, എനിക്ക് എങ്ങനത്തെ സബ്ജക്റ്റാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ സീരിയലുമാതിരിയുള്ളൊരു സിനിമ എനിക്കല്ല, സീരിയലുമാതിരിയല്ല, കുറച്ചും കൂടി ക്ലാസ്സായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു സബ്ജക്റ്റ് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ആലോചനയിൽ ചില സംഭവങ്ങളൊക്കെ വന്നു. അപ്പോൾ എൻ്റെ സുഹൃത്താണ് ഇക്ബാൽ കുറ്റിപ്പുറം. ഞങ്ങളൊരുമിച്ച് നേരത്തെ അതിനു മുമ്പും സിനിമകൾ, ഇപ്പോൾ ഗ്രാംഫോണൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇക്ബാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം, നമുക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം, നമുക്ക് ഒരുമിച്ച് കോഴിക്കോട് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതൃഭൂമി കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ ഇക്ബാലിനോട് ഈ കാര്യം പറയുന്നു, ഇങ്ങനെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സിനിമയല്ല, ഒരു ടെലി സിനിമയാണ്. അപ്പോൾ നമുക്ക് എന്ത് സിനിമ സബ്ജക്റ്റും സ്വീകരിക്കാം, അതിൻ്റെ അകത്ത് കമേഴ്ഷ്യലായിട്ട് തിയേറ്ററിൽ ഓടണം എന്നുള്ളൊരു സംഭവമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ചർച്ചയിൽ വന്ന ഒരാശയമാണ്, അതായത് വിവാഹത്തിന് ശേഷം രണ്ടുപേർക്കും ഭാര്യയും ഭർത്താവും ഉണ്ട്, ഒരാൾക്ക് ഭാര്യയുണ്ട്, ഒരാൾക്ക് ഭർത്താവുണ്ട്. യാദൃശ്യമായിട്ട് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടലിനിടയിൽ ഇവരുടെ മനസ്സിനുള്ളിൽ അറിയാതെ ഒരിഷ്ടം പരസ്പരം ഉണ്ടാവുകയും ഇവർ ഭൂതകാലത്തിൽ എവിടെയോ വെച്ചിട്ട് ഇവർക്ക് ഇവരുടെ പാസ്റ്റുമായിട്ട് അവരെ കണക്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു ആശയമാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇക്ബാലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്ബാലാണ് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, സ്ക്രിപ്റ്റ് നമുക്ക് വർക്ക് ചെയ്യാം, ഒരുമിച്ച് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യം ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇക്ബാലിന് ആ സമയത്ത് അദ്ദേഹം ഹോമിയോ ഡോക്ടർ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് PG എന്താ ചെയ്യാനായിട്ടൊരു എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദിലാണ് അതിൻ്റെ എക്സാം ഉള്ളത്. അതുകൊണ്ട് ഒരു 10 days പുള്ളി ഉണ്ടാവില്ല, അത് കഴിഞ്ഞ് വന്നിട്ട് ഇരുന്നാൽ മതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇക്ബാൽ പോയിക്കോളും, ഞാനിരിക്കാം, എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ എന്തായാലും ഇവിടെ റൂം എടുത്തിരിക്കുകയല്ലേ, ഞാൻ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു.
ഞാനങ്ങനെ 2 ദിവസം എൻ്റെ ഒരു ഇരിപ്പിൽ എനിക്ക് ഒരു ഫ്ലോ മാതിരി ഈ സബ്ജക്റ്റും പൂർണ്ണമായിട്ട് വരികയും സ്ക്രീൻ പ്ലേ ഞാനങ്ങോട്ട് എഴുതി തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇക്ബാലും കൂടി ഒരുമിച്ച് എഴുതാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഗ്രാംഫോൺ അങ്ങനെയാണ് ഞങ്ങൾ എഴുതിയത്, അതുപോലെ എഴുതാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനങ്ങ് എഴുതി തുടങ്ങി. ഞാനങ്ങനെ ശ്രേയാംസ്കുമാറിനെയും പ്രമോദിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാനങ്ങ് സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് സബ്ജക്റ്റ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നതിൻ്റെ സുഖം ഞാൻ അനുഭവിച്ച ഒരു സിനിമയാണ് മേഘമൽഹാർ എന്ന് പറയുന്നത്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തലവേദനയാവാറുണ്ട്. കാരണം ചിലപ്പോൾ മാസങ്ങളിരിക്കും. ചില സിനിമകളൊക്കെ എത്രയോ മാസം വേറെ തിരക്കഥാകൃത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പരസ്പരം തല്ലുപിടിച്ച് ചിലത് സബ്ജക്റ്റ് തന്നെ വേണ്ടാന്ന് നോക്കും, പിന്നെ വേറെ സബ്ജക്റ്റിലേക്ക് പോകും. അതിലെ സീനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം യുദ്ധം ചെയ്തിട്ടൊക്കെ ഉണ്ടായി വരുന്നതാണ് പല സിനിമകളും. എൻ്റെയൊക്കെ ജീവിതത്തിൽ പല സിനിമകളും സംഭവിച്ചിട്ടുള്ള അങ്ങനെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു കവിത പോലെയോ അല്ലെങ്കിൽ ഒരു നോവൽ പോലെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ സീനുകൾ വന്നു. അപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ ഓർഡർ ഉണ്ടാക്കും, അത് 1 ലൈൻ ഉണ്ടാക്കും, 1 ലൈൻ വെച്ചിട്ട് പിന്നെ ഡയലോഗ്സ് എഴുതുന്ന പരിപാടി. ഇതൊന്നുമില്ല. ആദ്യത്തെ സിനിമ മുതൽ അങ്ങ് ഡയലോഗായിട്ട് അങ്ങോട്ട് എഴുതി അങ്ങ് തുടങ്ങി. ഞാൻ ഇക്ബാലിൻ്റെ അടുത്ത് 2ാമത്തെ ദിവസം ഫോൺ ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ ഇക്ബാൽ ഹൈദരാബാദ് പോയി. ഇക്ബാലെ ഞാൻ എഴുതി തുടങ്ങി, എന്തായാലും ഇക്ബാൽ വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെക്കൻഡ് ഹാഫൊക്കെ എങ്ങനെ വേണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കഥ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അല്ല, കഥ പൂർണ്ണമാവേണ്ട എങ്ങനെ എഴുതി തുടങ്ങും. ഞാൻ പറഞ്ഞു ഞാനങ്ങ് എഴുതുകയാണ്, എന്താണെന്നുള്ളത് ഇക്ബാൽ കൂടി വന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എഴുതാനിരുന്ന ഞാൻ 6ാമത്തെ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് തീർന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫ്ലോയിൽ ഒരു സ്ക്രിപ്റ്റും ഇതുവരെ എഴുതിയിട്ടില്ല. മറ്റ് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഒരുമിച്ചിരുന്നിട്ടും അങ്ങനെ ഒരു ഫ്ലോയിൽ ഒരു സിനിമയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. 6ാമത്തെ ദിവസം വൈകുന്നേരം കഴിഞ്ഞപ്പോൾ സ്ക്രീൻ പ്ലേ തീർന്നു. ഞാൻ ശ്രേയാംസിനെയും പ്രമോദിനെയും വിളിച്ചിട്ട് പറഞ്ഞു, സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഞാൻ അവരുടെ അടുത്ത് കഥ പൂർണ്ണമായിട്ട് പറയുന്നു. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ഉടനെ തുടങ്ങാം എന്ന് പറയുന്നു. ഇക്ബാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് ഇക്ബാലിൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ഇക്ബാൽ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതേണ്ട കാര്യമില്ല, കമൽജി എഴുതിയിട്ടുണ്ടല്ലോ, അത് തന്നെ നന്നായിട്ടുണ്ട്, ഇത് തന്നെ നമുക്ക് പോരേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തന്നെയാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആദ്യം ഇക്ബാലിനായിട്ട് ചേർന്ന് എഴുതാമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ തന്നെ തിരക്കഥ എഴുതിയാണ് മേഘമൽഹാർ എന്ന് പറയുന്ന സിനിമയുടെ തുടക്കം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ആലോചിച്ചു, ടെലി സിനിമ എന്നുള്ളതുകൊണ്ട് തന്നെ 16 mm ഷൂട്ട് ചെയ്യാനായിട്ടാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ എൻ്റെ സ്ഥിരം ക്യാമറാമാനായിട്ടുള്ള പി സുകുമാർ എന്നെ വിളിച്ചു. അപ്പോൾ സുകുമാർ അപ്പോൾ രാവണപ്രഭു എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ അത് തുടങ്ങി. അപ്പോൾ അത് തീരാനായിട്ട് കുറേ ദിവസം പിടിക്കും. അപ്പോൾ ഞാൻ സുവിനെ കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒറ്റപ്പാലത്ത് പോവുകയും ചെയ്തു. ഞാൻ കൊടുങ്ങല്ലൂർക്ക് വരുന്ന വഴിക്ക് കോഴിക്കോട് നിന്ന് ഒറ്റപ്പാലത്ത് വന്ന് സുവിനെ രാവണപ്രഭുവിനെ സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണേ, ഞാൻ സുവിനെ വിട്ടു തരില്ല കേട്ടോ, കമൽ എന്തൊക്കെയായാലും എനിക്കാണെങ്കിൽ പെട്ടെന്ന് തുടങ്ങുകയും വേണം. അപ്പോൾ ആദ്യം സത്യത്തിൽ ആലോചിച്ചിരുന്നത് ജയറാമിനെ ആയിരുന്നു. ജയറാം സംയുക്ത വർമ്മ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആദ്യം ഈ കഥ ആലോചിക്കുമ്പോൾ. പക്ഷേ ജയറാമിന് വേറെ ഏതൊരു പടത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടെലി സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മടിച്ചു ജയറാം. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് പറഞ്ഞില്ല, പക്ഷേ പിന്നീട് പറഞ്ഞാണത്. അതുകൊണ്ടായിരിക്കാം ഡേറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ജയറാം വേണ്ട. അപ്പോൾ അവർ പറഞ്ഞ ആർട്ടിസ്റ്റ് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് അന്ന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആക്ടർ എന്ന് പറയുന്നത് ബിജു മേനോനാണ്. അപ്പോൾ ഞാൻ ബിജുവിനെ വിളിച്ച് ഞാൻ ഇവരോട് ചോദിച്ചു, രാംസിനോട് ചോദിച്ചു, ബിജു പോരെയെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബിജു മേനോൻ സംയുക്ത വർമ്മ. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സിനിമ എന്ന് പറയുന്നത് മധുരോമ്പരക്കാറ്റാണ്. അതിൽ ബിജുവും സംയുക്തം തന്നെ അഭിനയിച്ചു. അപ്പോൾ ആ ജോഡി തന്നെ എന്നുള്ള രീതിയിലേക്ക് പറയും. അങ്ങനെയാണ് സുവിൻ്റെ അടുത്ത് ഞാനിത് പറയുമ്പോൾ അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയാണ് 10 ദിവസം കഴിഞ്ഞിട്ട്. എത്ര പെട്ടെന്ന് ഷൂട്ടിംഗ് എന്ന് വെച്ചപ്പോൾ സുവിന് വരാൻ പറ്റില്ല. അങ്ങനെ വേണുഗോപാലാണ് അതിൻ്റെ ക്യാമറ. വേണുഗോപാലിനെ വിളിച്ചു, സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സൂപ്പർ 16 mm ക്യാമറയിലാണ് അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. കാരണം അത് ടെലിവിഷനിലേക്ക് നേരിട്ട് ടെലിവിഷൻ സിനിമ എന്നുള്ള രീതിയിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൂപ്പർ 16 ക്യാമറയിൽ ഷൂട്ട് ചെയ്യാന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നു. നമ്മൾ 10 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യണം. കോഴിക്കോട് വെച്ച് ഷൂട്ടിങ് തുടങ്ങുന്നു. ഞങ്ങൾ ചാർട്ട് ചെയ്തു, മൊത്തം ഒരു 20 ദിവസം കൊണ്ട് ഫുൾ പടം തീർക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യം പാട്ടൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ലൊക്കേഷനൊക്കെ കണ്ട് ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് 2 ദിവസം മുമ്പാണ് ഇത് ശ്രേയാംസ്കുമാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ടെലിവിഷൻ സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല, തിയേറ്ററിൽ റിലീസ് ചെയ്താലും നമുക്ക് വേണമെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് തിയേറ്ററിലും ടെലിവിഷനിലും. ഞാൻ പറഞ്ഞു അത് നടക്കില്ല, കാരണം ടെലിവിഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ ആരെങ്കിലും വരുമോ, ആരും സിനിമ കാണാൻ വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏഷ്യാനെറ്റായിട്ട് സംസാരിച്ചപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞിട്ട് നമുക്ക് ടെലിവിഷനിൽ കാണിക്കുന്ന മാതിരി ആക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി. നമ്മൾ 16 mm ഷൂട്ട് ചെയ്യാൻ പോകണം, ഇനി പെട്ടെന്ന് ഇതെല്ലാം മാറ്റി വലിയ സിനിമയായി മാറും. അപ്പോൾ ഇതേ ബഡ്ജറ്റിൽ തന്നെ ചെയ്യാൻ വേണം. ആ കൂടി കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ വേണുവിനായിട്ട് പറഞ്ഞ് സൂപ്പർ 16 ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ ബ്ലോ അപ്പ് ചെയ്യുന്നു, 35 mm സിനിമ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമുക്കറിയാം അപ്പോഴേക്കും മലയാള സിനിമ 35mm എന്ന് പറയുന്ന ഒരു സിനിമയെ അങ്ങനത്തെ ഒരു സങ്കല്പമേ ഇല്ലാണ്ടായി കഴിഞ്ഞു. മലയാളത്തിലെ എല്ലാ സിനിമകളും സിനിമാസ്കോപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ 35mm സിനിമയില്ല. പണ്ടത്തെ സിനിമയുടെ ഒരു ഫോർമാറ്റിൽ സ്ക്വയർ രീതിയിലാണല്ലോ ഇതിൻ്റെ സ്ക്രീനിൽ വരിക. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ജനങ്ങൾ സ്വീകരിക്കാമെന്നൊക്കെ ഉള്ളുണ്ട്. പക്ഷേ ഒരു ധൈര്യം, നമ്മൾ 35mm ഈ പടം ബ്ലോ അപ്പ് ചെയ്തിട്ട് കാണിക്കുന്നു എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് തിയേറ്ററിൽ വരുമ്പോഴും അതിൻ്റേതായ കുറച്ച് ചേരുവകൾ വേണം, 2 പാട്ട് വേണം എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ തുടങ്ങി. അങ്ങനെ പാട്ട് സ്ക്രീൻ പ്ലേയിൽ കറക്റ്റ് പ്ലേസും ഉണ്ട്. അങ്ങനെ പാട്ട് അപ്പോഴേക്കും ഞാൻ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങും. അപ്പോൾ എനിക്ക് കമ്പോസിങ്ങിന് ഇരിക്കാനും നിർത്തിയില്ല. അപ്പോൾ ONV സാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കുക, രമേഷ് നാരായണൻ മ്യൂസിക് എന്നുള്ളത്. അത് ആദ്യമേ തീരുമാനിച്ച രമേഷ് നാരായണൻ. ടെലിസിനിമയാണെങ്കിൽ തന്നെ രമേഷ് നാരായണൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത്. പാട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറേ ആലാപും ഹിന്ദുസ്ഥാനി ആലാപും. കാരണം ഈ മേഘമൽഹാർ എന്നുള്ള പേര് പോലും ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിൻ്റെ പേരാണല്ലോ മേഘമൽഹാർ. അപ്പോൾ അതിൽ ആ ഹിന്ദുസ്ഥാനി രാഗങ്ങളൊക്കെ കുറേ ഉപയോഗിക്കണം, ആലാപമൊക്കെ ഉപയോഗിക്കുക. പാട്ട് വേണ്ടെന്നാണ് ആദ്യം തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ രമേഷ് നാരായണൻ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ആദ്യമേ നമ്മൾ തീരുമാനിച്ചതാണ്. പാട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലിറിക്ക് ആയിരുന്നുള്ള രീതിയിൽ ONV സാറിനെ കൊണ്ട് എഴുതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ONV സാറിന് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് കമ്പോസിങ്ങിന് വരാനായിട്ട് അദ്ദേഹത്തിന് തിരക്കൊക്കെ എന്നുള്ളതുകൊണ്ട് അസൗകര്യമാണ്. സിറ്റുവേഷൻ ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്താൽ മതി, അദ്ദേഹം പാട്ട് എഴുതി അയച്ചു തരാം, എന്നിട്ട് രമേഷ് നാരായണൻ ട്യൂൺ ചെയ്യുക. അപ്പോൾ ONV സാറ് ട്രിവാൻഡ്രത്തായതുകൊണ്ട് തന്നെ രമേഷ് ജി അവിടെ നിന്ന് ട്യൂൺ ചെയ്തിട്ട് എനിക്ക് പാട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ONV സാറ് ഞാൻ സിറ്റുവേഷൻ കഥ കംപ്ലീറ്റ് ഫോണിൽ കൂടി പറഞ്ഞു. ONV സാറ് കേട്ടിട്ട് അതിൻ്റെ അടുത്ത ദിവസം എന്നോട് ഫോണിൽ കൂടി പറഞ്ഞു കേൾപ്പിച്ച പാട്ടാണ് ഒരു നറുപുഷ്പമായി എന്നുള്ള ദാസേട്ടൻ പാടിയ പാട്ട്, രമേഷ് നാരായണൻ ട്യൂൺ ചെയ്ത്. ONV സാറിൻ്റെ വീട്ടിൽ എന്നോട് കവിത പറഞ്ഞു കേൾപ്പിച്ചു ONV സാറ്. എന്നിട്ട് രമേഷ് നാരായണനെ വിളിച്ച് ONV സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം ഇത് ട്യൂൺ ചെയ്തത്, കമ്പോസ് ചെയ്തത്. ആ ട്യൂൺ ചെയ്തിട്ട് ONV സാറും രമേഷ് നാരായണനും കൂടി എന്നെ വിളിച്ചു, പാട്ട് എന്നെ പാടി കേൾപ്പിക്കുകയായിരുന്നു രമേഷ് നാരായണൻ. അങ്ങനെയാണത് ആ പാട്ട് തീരുമാനിക്കുന്നത്, ദാസേട്ടൻ പാടാനായിട്ട് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ പൊന്നൂഷസിൻ എന്നുള്ള പാട്ട്, അതും ജയചന്ദ്രനും ചിത്രയാണ് അത് പാടിയത്. അതും അവിടെ വെച്ചിട്ട് തന്നെ ഇതേപോലെ കമ്പോസ് ചെയ്തിട്ട് എന്നെ പാടി കേൾപ്പിക്കുകയാണ് രമേഷ് നാരായണൻ. അപ്പോൾ ഞാൻ കമ്പോസിങ്ങിന് ഇരിക്കാതെ ചെയ്ത ഒരു പടവും കൂടിയാണ്. ബാക്കി എല്ലാ സിനിമയും പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ലിറിക് റൈറ്ററുടെ കൂടെയും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കുറേ ദിവസങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ അങ്ങനെ കുറേ ദിവസങ്ങൾ പോലും എടുക്കാതെ ONV സാറും രമേഷ് നാരായണനും അതിമനോഹരമായ 2 പാട്ടുകൾ ഈ മേഘമൽഹാറിൽ തന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുക. അപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള സബ്ജക്റ്റ് തന്നെ അറിയാമല്ലോ. ഇങ്ങനത്തെ ഒരു പ്രണയമാണ്, പൂർണ്ണമായിട്ടും പ്രണയത്തിലൂടെ നീങ്ങുന്ന ഒരു കഥയാണ്. ഒരു ലവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ ഞാൻ സമീപിക്കുന്നത്. അപ്പോൾ ഈ വരുന്നതാരാണ്, അഭിനയിക്കുന്നതാരാണ്, ബിജു മേനോനും സംയുക്ത വർമ്മയാണ്. അതിൻ്റെ തമാശ, അതിന് തൊട്ട് മുമ്പുള്ള സിനിമയാണ് മധുരോമ്പരക്കാറ്റ്. ഈ മധുരോമ്പരക്കാറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇവരുടെ പ്രണയം ആരംഭിക്കുന്നത്. ആ പ്രണയം ഞാനും ആ പടത്തിൻ്റെ ക്യാമറാമാനായിട്ടുള്ള P. സുകുമാറും കൂടി ഞങ്ങൾ ലൊക്കേഷനിൽ വെച്ച് കണ്ടുപിടിക്കുകയാണ്. ഇവർ തമ്മിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ന് ലൊക്കേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ സ്മെല്ല് ചെയ്തെടുത്താണ്. അത് ബിജു മേനോനും സംയുക്തയും യാതൊരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യില്ല. ആ പടം കഴിഞ്ഞപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരാണ് ഈ പടത്തിന് വരുന്നത്. അപ്പം ഞാൻ സുഖമില്ലാണ്ടായി. അപ്പോൾ ഞാൻ സുഖിനോട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഈ 2 കക്ഷികളാണ് ഇവിടെ വരുന്നത്, എന്തായാലും ഇവരെ നമുക്ക് ഈ സിനിമയിലൂടെ ഒരു വഴിക്ക് ഒരു അരക്കാക്കി എടുക്കണം, അത് സുഖമില്ലെങ്കിലും വേണുണ്ടല്ലോ, അത് മതിയെന്ന് പറഞ്ഞു വേണുഗോപാൽ ക്യാമറാമാൻ. അങ്ങനെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ആദ്യം തന്നെ എനിക്ക് കഥ ലൊക്കേഷനിൽ വന്നതിന് ശേഷമാണ് ഞാൻ ബിജു മേനോട് ഫുൾ സ്ക്രിപ്റ്റ് പറയുന്നത്. ബിജു മേനോന് ആകൂടി ഒന്നും വല്ലാണ്ടായി. ഞാൻ എന്ത് പറ്റിയില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, പറ കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി ആണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, നീ ക്യാരക്ടർ ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, എനിക്ക് ആ കൂടി ഒരു വല്ലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, കണ്ണടച്ച് പാൽ കുടിക്കുന്നത് ആരും കാണുന്നില്ല, മനസ്സിലാക്കണില്ല എന്നുള്ളത് കഥ കൊണ്ടിരിക്കട്ടെ. അത് ഞങ്ങളാരും ലൊക്കേഷനിലാരും ഒന്നും പറയാൻ പാടില്ല. എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാരണം ഇത് ആൾക്കാരൊക്കെ അറിഞ്ഞിങ്ങനെ ഇതാവോ പറ്റും, സംയുക്തക്കും ആ ടെൻഷനുണ്ട്. സാറിനോട് അത് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ സംയുക്തയോടും പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള എന്താ പറയുക, ക്യാമറ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. എൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ കഥാപാത്രങ്ങൾ മാത്രം, രാജീവിനും നന്ദിനി മാത്രമാണ്, നന്ദിത എന്നാണ് ക്യാരക്ടർ, നന്ദിത മാത്രമാണ്. ആ ക്യാരക്ടറായിട്ട് നിങ്ങളെങ്ങനെ സ്ക്രീനിലുണ്ട് അത് മാത്രമേ ഞങ്ങൾ കാണുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ക്യാമറയുടെ ബാക്കിലുള്ള കാര്യമാണ്, അത് നിങ്ങളുടെ പാടായി. പക്ഷേ ആ സിനിമ മേഘമൽഹാർ എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അവരൊരുമിച്ച് ജീവിതം തുടങ്ങി എന്നുള്ളതാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കാര്യം. അത് അവിടെ നിൽക്കട്ടെ. ഈ സിനിമയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യത്തിൽ ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു വലിയ കൺഫ്യൂഷൻ,
കാരണം ഈ രണ്ട് പേരെന്ന് പറയുന്നത് കമിതാക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പെട്ടെന്ന് നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കാരണം ആദ്യം ഇത് ആലോചിച്ച ടെലിവിഷൻ സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ആലോചിച്ചില്ല. പിന്നെ തിയേറ്ററിലേക്ക് ഇത് വരുമ്പോൾ എങ്ങനെയായിരിക്കും തിയേറ്ററിൽ ഇത് ഓഡിയൻസ് എടുക്കുക എന്നുള്ള വലിയ പ്രശ്നമുണ്ടല്ലോ. ഒരാൾക്ക് ഭർത്താവുണ്ട്, മറ്റൊരാൾക്ക് ഭാര്യയുണ്ട്. എന്നാലും ആ പ്രണയത്തിൻ്റെ പരിശുദ്ധി അതേപോലെ നിലനിർത്തുകയും വേണം. ഈ പരിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ 2024 എന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരുപാട് പേർക്ക് എതിരഭിപ്രായം ഉണ്ടാവും. കാരണം ഇത്തരം പ്രണയത്തിൻ്റെ പരിശുദ്ധിയൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് തമാശയായിട്ട് തോന്നുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ സിനിമ നമ്മളത് കാണുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആ പൈങ്കിളി രീതിയിലുള്ള ഒരു പരിശുദ്ധിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ കഥാപാത്രങ്ങൾക്ക് ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ, ഈ പ്രണയത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതും ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ട് ഇനി നമ്മൾ കാണണ്ട എന്ന് തീരുമാനിച്ച് അവർ പിരിയാണ്. പിന്നീട് അതിൻ്റെ ക്ലൈമാക്സിൽ എവിടെയോ വെച്ച് ഒരുമി വീണ്ടും അതേ കന്യാകുമാരിയിൽ വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുമ്പോൾ അപരിചിതരെ പോലെ നിന്നിട്ട് ഹലോ ഹലോ എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സിന് ആ സിനിമയിൽ ചിത്രീകരിക്കുന്നത്. എന്നോട് ആ സിനിമ ഇറങ്ങിയ സമയത്ത് പോലും അന്നത്തെ ചില ചെറുപ്പക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഇവിടുത്തെ സമൂഹത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ ഇവർ തമ്മിലുള്ള ശാരീരികമായിട്ട് യാതൊരു ബന്ധപ്പെടലും ഇല്ലാതെ അതേപോലെ തന്നെ അവരെ പിരിയാനായിട്ട് അനുവദിച്ച് എന്നുള്ള ഒരു വിമർശനം ചില ആൾക്കാർ, ചില ബുദ്ധിജീവി സർക്കിളിൽ നിന്നൊക്കെ അന്ന് തന്നെ വന്നതാണ്. ഞാൻ പറഞ്ഞ് ഇതിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം അങ്ങനെയാകാമല്ലോ മനുഷ്യർ എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ചിലപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ ഒരുമിച്ച് കഴിയുമ്പോൾ അവർ തമ്മിൽ സെക്സ് നടന്നിട്ടില്ലായിരിക്കാം. നമ്മളത് കാണിക്കുന്നില്ല, നമ്മളതിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ സിനിമയിൽ അത് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇന്നാണ് ഞാൻ ചിലപ്പോൾ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ 2024 ഈ സിനിമ ചെയ്യായിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് മറുത്ത് ഒരു അഭിപ്രായം പറയാനില്ല. ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ക്ലൈമാക്സ് എടുക്കുക. പക്ഷേ സാധാരണ ഇപ്പോഴത്തെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അവർ തമ്മിൽ ഒരുമിച്ച് ഒരു ഹോട്ടൽ റൂമിൽ റൂം എടുക്കുകയും ഒരുപക്ഷെ ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ തമ്മിൽ പിരിയാണ്, ഇനി നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞ് ബൈ എന്നൊക്കെ പറഞ്ഞ് കൂളായിട്ട് പോകും. ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മേഘമൽഹാറിൽ കാണിച്ച പോലെ ആ ഇൻറ്റൻസിറ്റിയോടുകൂടി ഇപ്പം ഇന്ന് കാണിക്കണമെന്നില്ല, കാണിച്ചാൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കാണിക്കേണ്ടി വരില്ല ആയിരിക്കാം, കാരണം മേഘമൽഹാർ വന്നിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ഈ ഒരു വ്യത്യാസം സിനിമയുടെ ഒരു മൊത്തത്തിൽ ചിത്രീകരണത്തിലും കഥയുടെ ആശയങ്ങളിലൊക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ മേഘമൽഹാറിനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ മേഘമൽഹാർ എന്ന് പറയുന്ന സിനിമ ആ കാലഘട്ടത്തിൽ അത് ആസ്വദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ മാനസസഞ്ചാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, മനസ്സിൻ്റെ ഒരു യാത്രയിലൂടെയാണ് ആ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സീനുകളിലൂടെ കഥ പറയുകയും അങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് അത് മാറിയത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ടെലിവിഷൻ സിനിമ എന്ന് ഉദ്ദേശിച്ചിട്ട് സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അതിനൊരു പ്രദർശന വിജയം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. ഞാൻ മാത്രമല്ല, അതിൻ്റെ നിർമ്മാതാവോ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സിനിമ തിയേറ്ററിലെത്തി ആദ്യത്തെ ദിവസം തന്നെ വളരെ നല്ല അഭിപ്രായം ഉണ്ടാകുകയും ആദ്യത്തെ ദിവസം വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രാജുവലായിട്ട് ആ സിനിമക്ക് നിറയെ ആൾ വരികയും അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും തിയേറ്ററിൽ തന്നെ വലിയൊരു വിജയമായി മാറുകയും ചെയ്തു. പിന്നീട് ടെലിവിഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുകയും ഇന്നും ടെലിവിഷനിൽ അത് പലപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ മറ്റ് ചാനലുകളിലൊക്കെ തന്നെ അത് കാണിക്കുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിളാണ് സിനിമ. അപ്പോൾ അത്രമാത്രം പല തലമുറയെ സ്പർശിക്കുന്ന രീതിയിലേക്കൊരു ആർദ്രമായ പ്രണയകഥ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത്രമാത്രം ആർദ്രമായ പ്രണയത്തോട് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പ്രസക്തമല്ലായിരിക്കാം. പക്ഷേ ആ സിനിമ വന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ മേഘമൽഹാർ എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ സൗന്ദര്യവും ആ പ്രണയത്തിൻ്റെ ആർദ്രതയൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം നിറഞ്ഞു നിന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറഞ്ഞ ഒരു തിരക്കഥ എഴുതിയതിൻ്റെ ഒരു അനുഭവം ഞാൻ ആദ്യം പറഞ്ഞു. 6 ദിവസം കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ കേൾക്കുമ്പോൾ 6 ദിവസം കൊണ്ടൊക്കെ സ്ക്രിപ്റ്റ് അത് ചുമ്മാ പറയുന്നതാണെന്നൊക്കെ തോന്നാം. പക്ഷേ അങ്ങനെയല്ല. അതെൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ എനിക്ക് എഴുതാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് എഴുതി തീർക്കുകയും മികച്ച തിരക്കഥയ്ക്കുള്ള ആ വർഷത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് എനിക്ക് കിട്ടുകയും ചെയ്തതാണ്. ഞാൻ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരാളല്ല, സംവിധായകനാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട് സംവിധാനത്തോടൊപ്പം തന്നെ ഒരുപക്ഷെ സംവിധാനത്തിനേക്കാൾ ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയായിട്ട് തിരക്കഥ എഴുത്ത് എനിക്ക് തോന്നാറുണ്ട്. കാരണം കുറച്ചും കൂടിയും നമുക്കറിയാം ഫിസിക്കലായിട്ട് കൂടി ആയാസമുള്ള ജോലിയാണല്ലോ ഈ സംവിധാനം എന്ന് പറയുന്നത്. തിരക്കഥ എഴുത്ത് അങ്ങനെയല്ല. തിരക്കഥ നമ്മൾ അനുഭവിക്കുന്ന ഒരു പേഴ്സണൽ ഒരു സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംവിധായകൻ തന്നെ തിരക്കഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ പേഴ്സണൽ സ്പേസ് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു സുഖം സിനിമയിൽ കിട്ടുന്നത് പലപ്പോഴും തിരക്കഥ എഴുതുമ്പോഴാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.